ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇത് നമ്മുടെ 27ാമത്തെ ക്ലാസ് ആണ്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ പ്ലേലിസ്റ്റിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ അതിൽ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഇതിന് മാത്രമായിട്ടുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് അതിൽ കാണാം. അതുപോലെ തന്നെ നമ്മൾ പിൻഡ് കമൻറ്റിലും എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതുവരെ 2 വീഡിയോസിൻ്റെ നോട്ട്സ് നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നോട്ട്സ് വെച്ചിട്ട് പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ആ രീതിയിലും പഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു തവണ ക്ലാസ് കേട്ട് പിന്നീട് നിങ്ങൾക്ക് ആ നോട്ട്സ് വായിച്ച് നോക്കാം. എങ്ങനെയായാലും നിങ്ങളുടേതായ താല്പര്യത്തിനനുസരിച്ച് പഠിച്ചു പോവുക, നല്ല രീതിയിൽ പഠിക്കുക. ഇനി വരുന്ന എല്ലാ പരീക്ഷയിലും നിങ്ങൾ ഉറപ്പായിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഉയർന്ന താപനിലയും കനത്ത മഴയും മാറി മാറി വരുന്ന ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ വെട്ടുകൽ മണ്ണ്, ചെങ്കൽ മണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഉയർന്ന താപനിലയും കനത്ത മഴയും മാറി മാറി വരുന്ന ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മണ്ണിനുമാണ് ലാറ്ററൈറ്റ് മണ്ണ്, ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ വെട്ടുകൽ മണ്ണ്. ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? സാവന്ന പുൽമേടുകൾ, ആഫ്രിക്കൻ സാവന്ന എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ആഫ്രിക്കൻ സാവന്ന ഒരു സാവന്ന പുൽമേടുകൾ. 2022-23 ബജറ്റിൽ സാമ്പത്തിക വളർച്ചയ്ക്കായി പ്രഖ്യാപിച്ച 7 എഞ്ചിനുകൾ ഉൾപ്പെടുന്ന പദ്ധതി ഏതാണ്? PM ഗതിശക്തി. 2022-23 ബജറ്റിൽ സാമ്പത്തിക വളർച്ചയ്ക്കായി പ്രഖ്യാപിച്ച 7 എഞ്ചിനുകൾ ഉൾപ്പെടുന്ന പദ്ധതിയാണ് PM ഗതിശക്തി. 11ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച ശരാശരി വളർച്ചാ നിരക്ക് എത്രയാണ്? 7.9%. 11ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച ശരാശരി വളർച്ചാ നിരക്ക് എത്രയാണ്? 7.9%. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 8% എന്നൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ 7.9 ആണെന്ന് ഓർത്ത് വെക്കണം. ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇൻഹ്യൂമൻ റോങ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? VR കൃഷ്ണയ്യർ. ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇൻഹ്യൂമൻ റോങ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് VR കൃഷ്ണയ്യർ. ഋഷി സുനക്കിന് തൊട്ടു മുൻപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് ആരാണ്? ലിസ്ട്രസ്. ഋഷി സുനക്കിന് തൊട്ടു മുൻപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് ലിസ്ട്രസ്. 1946 രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? 389. 1946 രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? 389. പടയണി എന്ന കലാരൂപത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യങ്ങൾ ഏതൊക്കെയാണ്? തപ്പും ചെണ്ടയും. പടയണി എന്ന കലാരൂപത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യങ്ങളാണ് തപ്പും ചെണ്ടയും. കേരള ചോസർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ചീരാമ കവി. കേരള ചോസർ, ചീരാമ കവി. കബഡി ഏത് രാജ്യത്തിന്റെ ദേശീയ കായിക വിനോദമാണ്? ബംഗ്ലാദേശ്. കബഡി ഏത് രാജ്യത്തിന്റെ ദേശീയ കായിക വിനോദമാണ്? ബംഗ്ലാദേശിന്റെ. ചെട്ടികുളങ്ങര ഭരണി ഉത്സവം ഏത് ജില്ലയിലാണ് നടക്കുന്നത്? ആലപ്പുഴ ജില്ലയിൽ. ചെട്ടികുളങ്ങര ഭരണി, ആലപ്പുഴ. കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ഭാർഗവൻ പിള്ള. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ, പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ഭാർഗവൻ പിള്ള. PT ഉഷയ്ക്ക് വെറും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഒളിമ്പിക്സ് വെങ്കല മെഡൽ നഷ്ടമായത് എവിടെ വെച്ചായിരുന്നു? ലോസ് ഏഞ്ചൽസിൽ 1984. ഇപ്പൊ ലോസ് ആയി എന്ന് ചിന്തിക്കുക. ലോസ് അല്ലേ, ലോസ്, നഷ്ടം. PT ഉഷയ്ക്ക് വെറും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ, സെക്കൻഡുകളുടെ തന്നെ ഇത്ര ഭാഗം അല്ലെ, 100ൽ 1 ഭാഗം എന്ന വ്യത്യാസത്തിലാണ്
ഒളിമ്പിക്സ് വെങ്കല മെഡൽ നഷ്ടമായത്? അത് എവിടെ വെച്ചിട്ടായിരുന്നു? ലോസ് ആഞ്ചൽസ്, 1984. നെറ്റ്വർക്ക് ലെയറിൽ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കിംഗ് ഉപകരണം ഏതാണ്? റൂട്ടർ. കമ്പ്യൂട്ടറിലെ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്യുകയും അത് തിരികെ ലഭിക്കുന്നതിനായി പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന സൈബർ ആക്രമണം ഏതാണ്? റാൻസം വെയർ. കമ്പ്യൂട്ടറിലെ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്യുകയും അത് തിരികെ ലഭിക്കുന്നതിനായി പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന സൈബർ ആക്രമണമാണ് റാൻസം വെയർ. മരങ്ങൾ മുറിക്കുന്നതിനെതിരെ ഉത്തരാഖണ്ഡിൽ സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ നടന്ന പരിസ്ഥിതി പ്രസ്ഥാനം ഏതാണ്? ചിപ്കോ പ്രസ്ഥാനം. ഇപ്പൊ ചിപ്കോ പ്രസ്ഥാനം, സുന്ദർലാൽ ബഹുഗുണ, ഉത്തരാഖണ്ഡ്. മരങ്ങൾ മുറിക്കുന്നതിനെതിരെ ഉത്തരാഖണ്ഡിൽ സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ നടന്ന പരിസ്ഥിതി പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട് കാപ്പാട് കടൽ തീരത്ത് ഇറങ്ങിയത് എന്നാണ്? 1498 മെയ് 20. രണ്ടാമത്തെ തവണ 1502, മൂന്നാമത്തെ തവണ 1524. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ തവണയാണ് വൈസ്രോയ് ആയിട്ട് വരുന്നത്. ആദ്യത്തെ തവണ വരുന്നത് 1498 മെയ് 20. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയവരന്നു സുഖത്തിനായി വരേണം എന്ന് ഉപദേശിച്ച നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരു. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയവരന്നു സുഖത്തിനായി വരേണം എന്ന് ഉപദേശിച്ച നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരു. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലേക്ക് നടത്തിയ മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്നാണ്? കോഴിക്കോട് നിന്നും. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലേക്ക് നടത്തിയ മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്നാണ്? കോഴിക്കോട്. അപ്പൊ കോഴിക്കോട് ടു പയ്യന്നൂർ. വാരണാസിയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുകയും ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത വിദേശ വനിത ആരാണ്? ആനി ബസന്റ്. വാരണാസിയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുകയും ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത വിദേശ വനിതയാണ് ആനി ബസന്റ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് നടന്ന സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറി അവതരിപ്പിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് നടന്ന സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജി. 1789 ഫ്രഞ്ച് വിപ്ലവകാരികൾ തകർത്ത ഫ്രാൻസിലെ ഏകാധിപത്യത്തിന്റെ പ്രതീകമായ ജയിൽ ഏതാണ്? ബാസ്റ്റിൽ കോട്ട. 1789 ഫ്രഞ്ച് വിപ്ലവകാരികൾ തകർത്ത ഫ്രാൻസിലെ ഏകാധിപത്യത്തിന്റെ പ്രതീകമായ ജയിൽ ഏതാണ്? ബാസ്റ്റിൽ കോട്ട. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ 1953 അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. വാൽമീകി രാമായണത്തെ ആസ്പദമാക്കി കൃഷ്ണഗാഥ രചിച്ച കവി ആരാണ്? ചെറുശ്ശേരി. അപ്പൊ കൃഷ്ണഗാഥ രചിച്ചത് ആരാണ്? ചെറുശ്ശേരി. എന്തിനെ ആസ്പദമാക്കിയിട്ടാണ്? വാൽമീകി രാമായണത്തെ ആസ്പദമാക്കി. 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് എവിടെയാണ്? ഒറ്റപ്പാലം. 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ചാണ്. രാജാറാം മോഹൻ റായ് സ്ഥാപിച്ച സംഘടനയാണ് ആത്മീയ സഭ. ആത്മീയ സഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റായ്. നമീബിയയിൽ നിന്നും കൊണ്ടുവന്ന ചീറ്റകളെ ഇന്ത്യയിലെ ഏത് ദേശീയ ഉദ്യാനത്തിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്? കുനോ നാഷണൽ പാർക്ക്. നമീബിയയിൽ നിന്നും കൊണ്ടുവന്ന ചീറ്റകളെ ഇന്ത്യയിലെ ഏത് ദേശീയ ഉദ്യാനത്തിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്? കുനോ നാഷണൽ പാർക്കില്.
ആദ്യത്തെ കേരള ജ്യോതി അവാർഡ് 2022 ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്ക്. ആദ്യത്തെ കേരള ജ്യോതി അവാർഡ് 2022 ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്ക്. ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ഏതാണ്? പെരിങ്ങൽകുത്ത്. പെരിങ്ങൽകുത്ത് അണക്കെട്ട് ചാലക്കുടി പുഴ. ഇന്ത്യ ഗവൺമെന്റിന്റെ ആകെ വരുമാനവും ആകെ ചെലവും തമ്മിലുള്ള വ്യത്യാസത്തെ എന്ത് വിളിക്കുന്നു? ധനക്കമ്മി, ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ആകെ വരുമാനവും ആകെ ചെലവും തമ്മിലുള്ള വ്യത്യാസത്തെ ധനക്കമ്മി എന്ന് വിളിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൺസ്ട്രക്ഷൻ വർക്കൊക്കെ സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത്? ദ്വിതീയ മേഖല, സെക്കൻഡറി സെക്ടറിലാണ് ഉൾപ്പെടുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് എല്ലാ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന യഥാർത്ഥ വരുമാനത്തെ എന്ത് വിളിക്കുന്നു? വ്യക്തിഗത വരുമാനം, പേഴ്സണൽ ഇൻകം. ഒരു വ്യക്തിക്ക് എല്ലാ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന യഥാർത്ഥ വരുമാനത്തെ എന്ത് വിളിക്കുന്നു? വ്യക്തിഗത വരുമാനം, പേഴ്സണൽ ഇൻകം. ഇന്ത്യയിലെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിൽ ഏത് മേഖലയുടെ വിഹിതമാണ് കാലക്രമേണ കുറഞ്ഞു വന്നത്? പ്രാഥമിക മേഖലയുടെ, പ്രൈമറി സെക്ടറിന്റെ വിഹിതമാണ് കാലക്രമേണ കുറഞ്ഞു വരുന്നത്. ഇന്ത്യയിലെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിൽ GDPയിൽ ഏത് മേഖലയുടെ വിഹിതമാണ് കാലക്രമേണ കുറഞ്ഞു വന്നത്? പ്രാഥമിക മേഖലയുടെ, പ്രൈമറി സെക്ടറിന്റെ. സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത കുറയ്ക്കുന്നതിനായി റിസർവ് ബാങ്ക് സ്വീകരിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുക, കരുതൽ ധനാനുപാതം വർദ്ധിപ്പിക്കുക, ബോണ്ടുകൾ വിൽക്കുക. ഇപ്പൊ സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത, പണപ്പെരുപ്പ് ഉണ്ടായാലും ഒരുപാട് പൈസ എല്ലാവരുടെ കയ്യിൽ അവൈലബിൾ ആയി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? റിസർവ് ബാങ്ക് RBI എന്ത് ചെയ്യും? റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ പൈസ ബാങ്കിലേക്ക് വരുന്ന ആ ഒരു രീതിയിലേക്ക് മാറും. പിന്നെ CRR ഒക്കെ കൂട്ടുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പൈസ വീണ്ടും ബാങ്കിലേക്ക് വരും. ആളുകളുടെ കയ്യിൽ നിന്നും അത് കുറച്ചുകൂടെ ബാങ്കിലേക്ക് നിക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലും ഭാഗമായിരുന്ന ഇന്ത്യൻ വനിത ആരാണ്? ഹൻസ മേത്ത. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലും ഭാഗമായിരുന്ന ഇന്ത്യൻ വനിത ഹൻസ മേത്ത. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനത്തിന് വേണ്ടി ത്രിതല രീതി നിർദ്ദേശിച്ച സമിതി ഏതാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. തിരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗസ്ഥരുടെ ഭരണത്തെ സൂചിപ്പിക്കാൻ ബ്യൂറോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വിൻസെന്റ് ഡി ഗൂർനെ. തിരഞ്ഞെടുക്കപ്പെടാത്ത ഉദ്യോഗസ്ഥരുടെ ഭരണത്തെ സൂചിപ്പിക്കാൻ ബ്യൂറോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വിൻസെന്റ് ഡി ഗൂർനെ. ഇന്ത്യൻ സിവിൽ സർവീസ് ICS പരീക്ഷ ഇന്ത്യയിൽ വെച്ച് നടത്താൻ തുടങ്ങിയ വർഷം ഏതാണ്? 1922. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ വെച്ച് നടത്താൻ തുടങ്ങിയ വർഷം 1922. 2020 ഒളിമ്പിക്സ് വേദി എവിടെയായിരുന്നു? ടോക്കിയോ. 2020 ഒളിമ്പിക്സ് വേദി ടോക്കിയോ. 2024 പാരീസ്. 2028 ലോസ് ഏഞ്ചൽസ്. 2032 ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. പ്രശസ്ത കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 2017. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം 2017. ഏപ്രിൽ 1 ഉത്കൽ ദിവസ് ആയി ആചരിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ഏപ്രിൽ 1 ഉത്കൽ ദിവസ് ആയി ആചരിക്കുന്ന സംസ്ഥാനം ഒഡീഷ. ഒഡീഷക്ക് മുൻപ് ഉത്കലം എന്നൊരു പേരുണ്ടായിരുന്നു. തുണിത്തരങ്ങളിൽ കൈകൊണ്ട് വരയ്ക്കുന്ന കലങ്കാരി ചിത്രകല ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ആന്ധ്രാപ്രദേശ്. കലങ്കാരി ചിത്രകല ആന്ധ്രാപ്രദേശിലാണ്.
തുണിത്തരങ്ങളിൽ കൈകൊണ്ട് വരയ്ക്കുന്ന കലങ്കാരി ചിത്രകല ആന്ധ്രാപ്രദേശിൻ്റെതാണ്. മലയാളത്തിൽ ആദ്യം അച്ചടിച്ച മാസിക ഏതാണ്? ജ്ഞാന നിക്ഷേപം. മലയാളത്തിലെ ആദ്യത്തെ മാസികയാണ് ജ്ഞാന നിക്ഷേപം. ക്യൂ എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബില്യാർഡ്സ്. ക്യൂ എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബില്യാർഡ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ മർച്ചന്റ് നേവിയിലെ ആദ്യ വനിതാ ക്യാപ്റ്റൻ ആരാണ്? രാധിക മേനോൻ. ഇന്ത്യൻ മർച്ചന്റ് നേവിയിലെ ആദ്യ വനിതാ ക്യാപ്റ്റനാണ് രാധിക മേനോൻ. കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതാണ്? രജിസ്റ്റർ. കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഏറ്റവും വേഗതയേറിയ മെമ്മറി രജിസ്റ്റർ. ഒരു IPv4 അഡ്രസ് എത്ര ബിറ്റ് നീളമുള്ളതാണ്? 32 ബിറ്റ്. ഒരു IPv4 അഡ്രസ് എത്ര ബിറ്റ് നീളമുള്ളതാണ്? 32 ബിറ്റ്. ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായ അംഗീകാരത്തെക്കുറിച്ച് പറയുന്ന IT നിയമം 2000 സെക്ഷൻ ഏതാണ്? സെക്ഷൻ 4. ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായ അംഗീകാരത്തെക്കുറിച്ച് പറയുന്ന IT നിയമത്തിലെ സെക്ഷൻ 4. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാലയായ CMS പ്രസ് കോട്ടയത്ത് സ്ഥാപിച്ചത് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. CMS പ്രസ് കോട്ടയം, അതാണ് കേരളത്തിലെ ആദ്യത്തെ അച്ചുകൂടം, ഒരു അച്ചടിശാല. അത് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലി. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. ഇന്ത്യയിൽ ആദ്യമായി സൂര്യോദയം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി സൂര്യോദയം ദൃശ്യമാകുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? അലൂമിനിയം. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലൂമിനിയം. ഇനി നിങ്ങൾക്കുള്ള 4 ചോദ്യങ്ങളാണ്. ചോദ്യം 1. പ്രാചീന മലയാളം എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ A ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ B ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ C അയ്യങ്കാളി, ഓപ്ഷൻ D വക്കം അബ്ദുൽ ഖാദർ മൗലവി. ചോദ്യം 2. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഓപ്ഷൻ A ബ്രിട്ടൻ, ഓപ്ഷൻ B അമേരിക്ക, ഓപ്ഷൻ C അയർലൻഡ്, ഓപ്ഷൻ D കാനഡ. ചോദ്യം 3. കമ്പ്യൂട്ടറിൽ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്യുകയും അത് തിരികെ നൽകാൻ പണം മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്യുന്ന സൈബർ ആക്രമണം ഏതാണ്? ഓപ്ഷൻ A ഫിഷിംഗ്, ഓപ്ഷൻ B സ്പാമിംഗ്, ഓപ്ഷൻ C റാൻസംവെയർ, ഓപ്ഷൻ D ഹാക്കിംഗ്. ചോദ്യം 4. താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നത്? ഓപ്ഷൻ A ടൈഫോയിഡ്, ഓപ്ഷൻ B പോളിയോ, ഓപ്ഷൻ C ചിക്കൻ പോക്സ്, ഓപ്ഷൻ D മീസിൽസ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ക്ലാസ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും കമൻസിൽ പറയണം. പിന്നെ ഈ ഒരു ക്ലാസ്സിൻ്റെയും നോട്ട്സ് ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. നമുക്ക് വൈകാതെ തന്നെ അതിനകത്ത് ചെറിയ ചെറിയ ക്വിസൊക്കെ നടത്തിയിട്ട് അങ്ങനെ പോവാം. ഓക്കെ, ഞാൻ ആലോചിക്കുന്നുണ്ട് വീക്ക്ലി ഓർ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് കുറച്ച് എക്സാംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ്. ഇനി അടുത്ത ക്ലാസ് നാളെ ഇതേ സമയത്ത് അപ്ലോഡ് ചെയ്യും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.